ലെൻസുകൾ എന്ന ചാപ്റ്ററിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലെൻസിന്റെ പവർ, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, അപവർത്തന ടെലിസ്കോപ്പ് എന്നീ ടോപ്പിക്കുകളാണ്. നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അത് നോക്കാം. നിങ്ങൾ ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ഫോക്കസ് ദൂരം എന്താണെന്ന് അറിയാമല്ലോ. അപ്പോൾ ലെൻസുകളുടെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു ലെൻസിൽ പതിക്കുന്ന പ്രകാശരശ്മികളെ സംവ്രജിപ്പിക്കാനോ വിവ്രജിപ്പിക്കാനുള്ള ആ ഒരു കഴിവുണ്ടല്ലോ, അതിനെയാണ് അതിന്റെ പവർ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: ഫോക്കസ് ദൂരത്തിന്റെ വ്യുൽക്രമത്തെ പവർ എന്ന് പറയുന്നു. ഫോക്കസ് ദൂരം എഫ് എന്നൊരു ലെറ്റർ കൊണ്ടാണല്ലോ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ വ്യുൽക്രമം എന്ന് വെച്ചാൽ 1/f, അതാണ് അതിന്റെ പവർ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പവറിന്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഡി എന്ന ഈ ഒരു ലെറ്റർ കൊണ്ട് അത് സൂചിപ്പിക്കുന്നു. ഇവിടെ ചെയ്യുമ്പോൾ ഫോക്കസ് ദൂരം ഇപ്പോൾ സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മൾ ആദ്യം മീറ്റർ എന്ന യൂണിറ്റോട്ട് കൺവേർട്ട് ചെയ്യണം, അതിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം നിങ്ങൾ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. താഴെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. നോക്കുക, 1/f എന്നാണ്. അപ്പോൾ ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കും. അതായത് ഈ അടിയിലുള്ള എഫ് ഫോക്കസ് ദൂരം കുറവാണെങ്കിൽ ഈ പവർ എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിരിക്കും. നമുക്ക് നോക്കാം. 1/f എന്നാണല്ലോ. അപ്പൊ ഇവിടെ ഈ എഫ് എന്നത് 2 ആണെന്ന് സങ്കല്പിക്കൂ. 2 ഒരു 4 ഉള്ള ഒരു ലെൻസ് കൂടി ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നതാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫോക്കസ് ദൂരം കുറഞ്ഞ ലെൻസിന്റെ പവർ കൂടുതലായിരിക്കും. ഈ 2 ആണോ 4 ആണോ കുറവ്? 2 അല്ലേ? അപ്പൊ ഇവിടെ ഇത് 2 കുറവ്, ഫോക്കസ് ദൂരം കുറവ് ഇവിടെയാണെന്ന് വിചാരിച്ചു. അപ്പോൾ 1/2 എന്ന് പറയുന്നതിന്റെ പവർ അല്ലേ? 1 ഹരിക്കണം ഈ ഒരു 2. ഈ 1/2 ആണോ ഈ 1/4 ആണോ വലുത്? ഇവിടെ 1 ഹരിക്കണം 2 എന്നത് അരഭാഗം, 1 ഹരിക്കണം 4 എന്ന് വെച്ചാൽ കാഭാഗം. അപ്പോൾ ഇവിടെ വലുത് ഏത്? അരഭാഗമല്ലേ വലുത്? ഹാഫ് ആണല്ലോ വലുത് ഈ കാഭാഗത്തിനേക്കാളും. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഫോക്കസ് ദൂരം കുറവാണെങ്കിൽ പവർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഒരു ഡയോപ്റ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ ഒരു ഡയോപ്റ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ഫോക്കസ് ദൂരം എന്ന് വെച്ചാൽ P ഈസ് ഈക്വൽ ടു, ഓക്കെ, പവർ എങ്ങനെ കണ്ടുപിടിക്കാം? P ഈസ് ഈക്വൽ ടു 1/f ആണ്. അതായത് 1 P ഈസ് ഈക്വൽ ടു 1/f. എഫ് എത്രയാണ്? 1 മീറ്റർ. എഫിന് പകരം 1 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 ഹരിക്കണം 1 എത്രയാണ്? 1 അല്ലേ? അതായത് ഒരു ഡയോപ്റ്റർ, ഒരു ഡി. ഓക്കെ, എന്നാണ് പറഞ്ഞിട്ടുള്ളത് 1 മീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിന്റെ പവർ ഒരു ഡയോപ്റ്റർ ആണ്. ഇനിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. 25 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? ഫോക്കസ് ദൂരം മാത്രം മതിയല്ലോ നമുക്ക് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. 1/f ആണല്ലോ ഇക്വേഷൻ. അപ്പൊ ഇവിടെ ഫോക്കസ് ദൂരം തന്നിട്ട് 25 സെന്റിമീറ്റർ. കോൺകേവ് ലെൻസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും നെഗറ്റീവ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതണം? കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം F ഈസ് ഈക്വൽ ടു -25 സെന്റിമീറ്റർ എന്ന് എഴുതണം. ഓക്കെ, ഇവിടെ കൊടുത്തതിന് സൈൻ കൊടുക്കണം നമ്മൾ, -25 സെന്റിമീറ്റർ കോൺകേവ് ആയതുകൊണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സെന്റിമീറ്ററിലാണുള്ളത്. അപ്പൊ ഇവിടെ മീറ്ററിലാക്കണം നമ്മൾ. SI യൂണിറ്റ് ആയ മീറ്ററിലേക്ക് ആദ്യം നമ്മൾ ഇതിനെ മാറ്റണം പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ഈ 1/f എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ പവർ കണ്ടുപിടിക്കാൻ. എങ്ങനെ ഈ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റും? സെന്റിമീറ്ററിൽ തന്നിട്ടുള്ള ഒരു വാല്യൂവിന് ഇപ്പൊ 25 ആണെങ്കിൽ അതിനെ മീറ്ററിലേക്ക് മാറ്റണമെങ്കിൽ ഹരിക്കണം 100 ചെയ്യണം. അതെങ്ങനെയാണ് ആ കൺവേർഷൻ വരുന്നതെന്ന് അറിയാമോ? നമുക്കറിയാം 100 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1 മീറ്റർ ആണ് അല്ലെ? 1 മീറ്റർ സ്കെയിൽ എത്ര? 100 സെന്റിമീറ്റർ ഉണ്ട്. ഈ 100നെ നമുക്ക് 100 ഗുണിക്കണം 1 എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ മാറ്റിയിട്ട് 100 ഗുണിക്കണം 1 സെന്റിമീറ്റർ എന്ന് എഴുതി. ഈക്വൽ ടു വലതുവശത്ത് മാറ്റമൊന്നുമില്ല, 1 മീറ്റർ തന്നെയാണ്. ഇനി നോക്കിക്കോളൂ, ഈ 1 സെന്റിമീറ്റർ മാത്രം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഗുണിക്കണം 100 എന്ന് ഇവിടെ ഉണ്ടല്ലോ, ഇതിനെ ഞാൻ സമത്തിന്റെ മറുഭാഗത്തേക്ക് ഇടുന്നു. അപ്പൊ ഇവിടെ ഗുണിക്കണം 100 എന്നത് ഇവിടെ ഹരിക്കണം 100 എന്നായി. അതായത് 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1 ഹരിക്കണം 100 മീറ്റർ ആണ്, അല്ലെങ്കിൽ 100ൽ 1 മീറ്റർ ആണ് 1 സെന്റിമീറ്റർ. 100 ഭാഗത്തിന് 1 മീറ്ററിന്റെ 100ൽ 1, അതാണ് 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 1 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 1/100 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 25 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 25 ഗുണിക്കണം 1/100 മീറ്റർ. ഇതെങ്ങനെ എഴുതാം? 25 ഗുണിക്കണം 1 എന്ന് വെച്ചാൽ 25, അടിയിൽ 100, 25/100.
ഇനി ഇവിടെ അടിയിൽ 100 അല്ലേ, അതായത് 2 പൂജ്യം ഇവിടെ വരുന്നുണ്ട്, 1 കഴിഞ്ഞ് 2 പൂജ്യം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം 25 എന്ന് നമ്മൾ എഴുതുക. എന്നിട്ട് 1 2 പൂജ്യം ഉണ്ടല്ലോ, ഈ 2 പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിങ്ങനെ 1 2 ഈ 2 സംഖ്യകൾ കഴിഞ്ഞിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 0.25 എന്ന് കിട്ടി, 0.25 എന്ന് കിട്ടി അല്ലേ. ഇനി അതിന് മുന്നിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, 0.25 മീറ്റർ. 25 സെന്റിമീറ്ററിന് ഇങ്ങനെയാണ് മാറ്റുന്നത്. ഇനി ഇവിടെ നോക്കുക, ഇതൊരു വേറെ ക്വസ്റ്റ്യൻ കൊടുത്തതാണ്. 2 സെന്റിമീറ്റർ നിങ്ങൾ മീറ്ററിലേക്ക് ഒന്ന് മാറ്റും. എങ്ങനെ മാറ്റാം? 2 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ ഇവിടെ ഉണ്ട് 25 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 25 ഹരിക്കണം 100 മീറ്റർ ആണ്. അപ്പോൾ ഇവിടെയോ 2 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 2 ഹരിക്കണം 100 മീറ്റർ. ആദ്യം നമ്മൾ 2 എന്ന് എഴുതുക. ഓക്കെ, ഈ മേലെ കൊടുത്തിട്ടുള്ള 2 നമ്മൾ ഇവിടെ എഴുതി. ഇനി അടിയിൽ 2 പൂജ്യം ഉണ്ട്, അതായത് 1 കഴിഞ്ഞ് 2 പൂജ്യം ഉണ്ട്, 100 ആണ്. അപ്പോൾ ഇവിടെ 2 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം നമുക്കറിയാം. അതിൽ ഒരു സംഖ്യ 2 ആണ്. ഓക്കെ, പക്ഷെ 2 സംഖ്യ കഴിയണമല്ലോ, അതുകൊണ്ട് ഇവിടെ ഒരു സംഖ്യ 2 ആണ്, അത് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ കൂടെ കഴിയണം അല്ലേ. അതുകൊണ്ട് നമ്മളിവിടെ മുമ്പിൽ 2ന് മുമ്പിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഒരു സംഖ്യ 2 സംഖ്യ, ഇപ്പോൾ 2 സംഖ്യ കഴിഞ്ഞല്ലോ, ഇനി മുമ്പിൽ ഒരു പോയിന്റ്. ഓക്കെ, ഇപ്പം എന്ത് കിട്ടി? 0.02. ഇതിന് മുമ്പിൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കാം. അതായത് 2 സെന്റിമീറ്ററിനെയാണ് നമ്മൾ മീറ്ററിലോട്ട് മാറ്റുന്നതെങ്കിൽ 0.02 മീറ്റർ എന്ന് നമ്മൾ അതിനെ മാറ്റി എഴുതണം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ എഫിന് -25 സെന്റിമീറ്റർ ആയിരുന്നു, അതിന് ഇതേപോലെ കണ്ടോ 25 സെന്റിമീറ്ററിനെ ഇങ്ങനെ മാറ്റുന്നത് പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ മാറ്റി -25 സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റി. അങ്ങനെ ഹരിക്കണം 100 ചെയ്തു. അപ്പോൾ നമ്മളിവിടെ 2 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. കണ്ടോ 5 2, ഈ 2 സംഖ്യ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ടു. -0.25 മീറ്റർ എന്ന് എഴുതി. ഇനി പവർ കണ്ടുപിടിക്കാമല്ലോ, മീറ്ററിലോട്ട് മാറിക്കഴിഞ്ഞു. പവറിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതുക. ഇവിടെ P = 1/F ആണ്. അപ്പോൾ ഇവിടെ P = 1/F എത്രയാണ്? -0.25 മീറ്റർ. ഇത് ഈ പോയിന്റ് വരുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ട് അല്ലേ, മേലെ അങ്ങനെ ഒന്നും ഇല്ല. ഓക്കെ, മേലെ ആകെ 1 മാത്രമേ ഉള്ളൂ, പോയിന്റ് ഒന്നും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയല്ലേ ഇവിടെ വരുന്നത്, അതുകൊണ്ട് താഴെയും മേലെയും 2 പൂജ്യം ഉള്ള സംഖ്യയായ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്ത് കിട്ടും? 1 ഗുണിക്കണം 100 മേലെ ചെയ്യാം, താഴെയും അതേപോലെ മേലെ ഗുണിക്കുന്നുണ്ടെങ്കിൽ താഴെയും കൂടെ ഗുണിക്കണം. ഓക്കെ, 1 ഗുണിക്കണം 100 മേലെ ചെയ്യുക, താഴെയും ഗുണിക്കണം. എങ്ങനെ ചെയ്യും? ഗുണിക്കണം 100 താഴെയും ചെയ്യും. അപ്പോൾ താഴെ 2 പൂജ്യമുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോൾ എന്ത് കിട്ടും? ഈ പോയിന്റ് മാറിക്കിട്ടും. അതായത് മേലെ എന്തായി? 1 ഗുണിക്കണം 100 എത്രയാണ്? 100. 1 ഗുണിക്കണം 100 100. താഴെയോ? താഴെ ഈ പോയിന്റ് മാറിക്കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മൈനസ്, ഈ പോയിന്റ് മാറി കാരണം 2 പൂജ്യമുള്ള സംഖ്യയാണ്, -0.25 എന്ന് കിട്ടി. ഇനി ഈ മുന്നിലുള്ള 0 നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് കിട്ടും? -25 എന്ന് കിട്ടും. ഓക്കെ, -25 എന്ന് അടിയിൽ വരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് 100 ഹരിക്കണം 25 ചെയ്യാമല്ലോ. 100ൽ എത്ര 25 ഉണ്ട്? 4 25 ഉണ്ട്. മുമ്പിൽ സൈൻ കൂടെ ശ്രദ്ധിക്കണം. മുകളിൽ സൈൻ ഒന്നുമില്ല, അതായത് മുകളിൽ പ്ലസ് സൈൻ ആണ്. അതായത് 1 എന്ന് വെച്ചാൽ അത് +1 ആണ്. അതായത് പ്ലസ് എന്നതിന് സൈൻ ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ അവിടെ പ്ലസ് ഉണ്ട് എന്ന് വിചാരിക്കുക. പ്ലസ് ഹരിക്കണം മൈനസ്. ഇനി വിപരീത ചിഹ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ആൻസറിൽ മൈനസ് ആണ് കൊടുക്കേണ്ടതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് -4 ഡയോപ്റ്റർ എന്നിവിടെ വരുന്നത്. പവർ നെഗറ്റീവ് ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണെന്ന് തിരിച്ചറിയാം അല്ലേ. നമുക്കറിയാം കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം എപ്പോഴും എന്താണ്? നെഗറ്റീവ് ആണ്. കോൺകേവ് ലെൻസിന്റെ ഫോക്കസ് ദൂരം നെഗറ്റീവ് ആണ്, അതുകൊണ്ട് അതിന്റെ പവറും നെഗറ്റീവ് ആണ് കോൺകേവ് ലെൻസിന്. ഇനി കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവറിന് ഏത് ചിഹ്നം? പോസിറ്റീവ്. ഓക്കെ, ഡോക്ടറുടെ കുറിപ്പിൽ ലെൻസ് ഏത് തരമാണ്? ഡോക്ടറുടെ കുറിപ്പ് നോക്കുക. ഇവിടെ പവർ എത്രയാണ്? പ്ലസ് അല്ലെ, പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് പോസിറ്റീവ് പവർ ആയതുകൊണ്ട് അത് കോൺവെക്സ് ലെൻസ് ആണ്. ലെൻസുകൾ ഉപയോഗപ്പെടുത്തുന്ന ചില ഉപകരണങ്ങൾ കൂടി പരിചയപ്പെടാം. അതിലൊന്നാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതേസമയം നിങ്ങൾ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ടാകും. അതിൽ ഒരൊറ്റ കോൺവെക്സ് ലെൻസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ ഒന്നിലധികം കോൺവെക്സ് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ഉപയോഗം എന്താണ്? ചെറിയ വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതായത് വളരെ ചെറിയ വസ്തുക്കളെ വലുതാക്കിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് ഈ കോശങ്ങളെയൊക്കെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കാറുണ്ട് അല്ലേ.
ഇവ എങ്ങനെയാണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. അതാണ് അതിന്റെ ഒബ്ജക്റ്റീവും ഐ പീസും. ഇത് രണ്ട് ലെൻസുകളാണ്. അതിൽ രണ്ട് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നുണ്ട്. അവയാണ് ഒബ്ജക്റ്റീവും അതേപോലെ ഐ പീസും. ഈ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അത് ഈ വസ്തുവിനോട് അടുത്ത് വയ്ക്കുന്ന ആ ഒരു ലെൻസാണ്. ഇപ്പോൾ ഇവിടെയാണ് സാധാരണയായിട്ട് വസ്തുക്കൾ വയ്ക്കുന്നത് അല്ലേ? ഒരു ഇലയുടെ ചെറിയൊരു പീസൊക്കെ ആണെങ്കിൽ അത് ഇവിടെ വയ്ക്കും. അപ്പോൾ ഇതിനടുത്തുള്ള ഈ ലെൻസിനെയാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വസ്തുവാണല്ലോ. ആ വസ്തുവിനോട് അടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഇതിലെ കൂടിയാണല്ലോ നോക്കുന്നത്. അതായത് നമ്മുടെ കണ്ണിനോട് അടുത്തിട്ടുള്ള ലെൻസാണല്ലോ. കണ്ണിന് അടുത്തുള്ള ഒരു ലെൻസാണ് ഇതല്ലേ? ഐ എന്ന് വെച്ചാൽ കണ്ണല്ലേ? അപ്പോൾ ഐ പീസ് എന്ന് വെച്ചാൽ വസ്തുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ലെൻസാണ്. അതായത് നമ്മുടെ കണ്ണിനടുത്ത് വയ്ക്കുന്ന ആ ലെൻസാണ്. നോക്കാം, ഇതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് എന്താണ്? നിരീക്ഷിക്കേണ്ട വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസാണ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ വസ്തു, അപ്പൊ അതിനടുത്ത് വയ്ക്കുന്നത് ഒബ്ജക്റ്റീവ്. ഐ പീസ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഒരു പ്രതിബിംബത്തിനെ രൂപപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് പറയാം അതിനെ കുറിച്ചിട്ട്. അതായത് ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ ഏത് ലെൻസിലൂടെയാണോ നിരീക്ഷിക്കുന്നത് ആ ലെൻസാണ് ഐ പീസ്. നിരീക്ഷിക്കുന്നത് നമ്മൾ കണ്ണുകൊണ്ടാണ് അല്ലേ? അപ്പോൾ കണ്ണ് എന്ന് വെച്ചാൽ ഐ, അപ്പൊ ഐ പീസ് അതാണ് ആ ഒരു ലെൻസ്. നോക്കുക, ഈ ഒരു ചിത്രം നോക്കുക. ഇവിടെ നമ്മൾ ഐ പീസിലേക്കൂടെ നോക്കുന്നു, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിനടുത്ത് വസ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഉറുമ്പാണ് കൊടുത്തിട്ടുള്ളത് ചിത്രത്തിൽ. നോക്കുക, ഈ ഒരു രീതിയിൽ. അത് മൈക്രോസ്കോപ്പിന്റെ മുകളിലേക്കൂടെ നമ്മൾ നോക്കുന്നു. അതാണ് ഇവിടെ കണ്ണ് കൊടുത്തിട്ടുണ്ടോ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മുകളിലേക്കൂടെ നമ്മൾ ഐ പീസിലേക്കൂടെ നോക്കുന്നുണ്ട്. ആ ഒരു ചിത്രമാണ്. ഇവിടെ താഴെയായിട്ട് ഇവിടെയാണ് ഒരു പ്ലേറ്റ് പോലുള്ള ഒരു ഗ്ലാസ് പ്ലേറ്റിലാണ് നമ്മൾ വസ്തു വയ്ക്കുന്നത് അല്ലേ? ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടെന്ന് നമ്മൾ ചിത്രത്തിൽ നേരത്തെ കാണിച്ചു കഴിഞ്ഞു. ഒബ്ജക്റ്റീവ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് ഐ പീസ് ഉണ്ട്. ഇതിന്റെ ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചിത്രത്തിനാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പ്രതിബിംബ രൂപീകരണം പഠിച്ചു കഴിഞ്ഞു. കോൺവെക്സ് ലെൻസിന്റെ പ്രതിബിംബ രൂപീകരണം. അതായത് ഒരു വസ്തു കോൺവെക്സ് ലെൻസിന്റെ 2f അപ്പുറമാണ് വയ്ക്കുന്നതെങ്കിൽ കിട്ടുന്ന പ്രതിബിംബം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അതേസമയം നിങ്ങൾ കോൺവെക്സ് ലെൻസിന്റെ ഈ 2f വയ്ക്കുന്നതെങ്കിലോ തുല്യ വലിപ്പമുള്ള പ്രതിബിംബം കിട്ടുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നാൽ എഫിനും 2f ഇടയിലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ നമുക്ക് വലിയ പ്രതിബിംബം കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. FO എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഈ ഒരു പാർട്ട് മാത്രം നോക്കുക. ഓക്കെ, ഈ ഒരു പാർട്ട് മാത്രം നോക്കുക. ഇത് തൽക്കാലം നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, ഇത്ര മാത്രം നോക്കുക. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ചിത്രം തന്നെയാണല്ലോ. എഫിനും 2f ഇടയിൽ ഒരു വസ്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ റേ ഡയഗ്രം ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് വരുന്ന ആ ഒരു രശ്മി മറുവശത്ത് മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്ന അറിയാം. അതേപോലെ ഇവിടെ ഓയിൽ കൂടി കടന്നു പോകുന്ന രശ്മി അങ്ങനെ തന്നെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രതിബിംബം 2f അപ്പുറമായിട്ട് FO എന്ന് കൊടുത്തത് ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ആയതുകൊണ്ട് FO. ഇവിടെ 2f അപ്പുറമായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? തലകീഴായ യഥാർത്ഥമായ ഒരു പ്രതിബിംബം കിട്ടുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പണ്ട് ചിത്രം വരച്ചിട്ടുണ്ടായത് അല്ലേ? ഇത്ര ഭാഗം ഒക്കെ ആണല്ലോ. ഇനി നമുക്ക് ഐ പീസ് ലെൻസിനെ കുറിച്ച് നോക്കാം. ഈ ഐ പീസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു യഥാർത്ഥ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നുണ്ടല്ലോ. ഇതാണ് ഐ പീസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നുണ്ട് പറഞ്ഞു. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഓക്കെ, ഇത്ര നോക്കുക. ഇവിടെ ഐ പീസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഫോക്കസ് ദൂരം ഇത്രയാണ് അല്ലേ? ഇതിന്റെ ഫോക്കസ് FE റെഡ് ലെറ്റർ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഐ പീസിന്റെ മുഖ്യ ഫോക്കസ് FE ഈ വസ്തു ഉണ്ട്. ഇവിടെ ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. ഈ പ്രതിബിംബമാണ് നമ്മുടെ ഈ ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മുകളിൽ നിന്ന് രണ്ട് പ്രകാശരശ്മികൾ വരച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ ഓയിൽ കൂടി കടന്നു പോകുന്നതായിട്ട് വരച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പ്രകാശിക അക്ഷത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് വരച്ചിട്ടുണ്ട് അല്ലേ? ഇനി ഒരു കോൺവെക്സ് ലെൻസിന്റെ
ഈ എഫ്, ഓക്കെ, അതായത് എഫിനും ലെൻസിനും ഇടയിലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്രതിബിംബ രൂപീകരണം ഉണ്ടാകുന്നത് പഠിച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾ ഇതൊന്നും ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട, ഞാൻ ഈ പറയുന്ന പാട്ട് മാത്രം ശ്രദ്ധിക്കുക. ഓക്കെ, എഫിനും ലെൻസിനും ഇടയിലാണ് വസ്തു ഉള്ളതെങ്കിൽ എങ്ങനെ കിട്ടുമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കോളൂ. വസ്തു എഫിനും ലെൻസിനും ഇടയിലാണെങ്കിൽ, കണ്ടോ, എഫിനും ലെൻസിനും ഇടയിലാണ് വസ്തു ഉള്ളതെങ്കിൽ നിവർന്ന, അതായത് ഇതിന് തലകീഴായിട്ട് വരുന്നില്ല, കണ്ടോ, നിവർന്നിട്ട് തന്നെ ഉണ്ട് പ്രതിബിംബം. നിവർന്ന മിഥ്യയായ വലിയൊരു പ്രതിബിംബം കിട്ടുന്നുണ്ട്. അതേ ചിത്രം തന്നെയല്ലേ ഇവിടെയുള്ളത്. നോക്കൂ, ഇവിടെ ഐ പി എസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വസ്തു എന്ന് പറഞ്ഞു. അപ്പൊ ഈ തലകീഴാവുന്നുണ്ടോ? ഇല്ല, നിവർന്ന പ്രതിബിംബമാണ് ഇവിടെ ഉണ്ടാകുന്നത് എഴുതണം. ഓക്കെ, ഈ രശ്മികൾ പിറകിലോട്ട് നീട്ടി വരച്ചാൽ ഇവിടെയായിട്ട് നമുക്ക് മിഥ്യാപ്രതിബിംബം രൂപീകരിക്കപ്പെടും. ഓക്കെ, കൺഫ്യൂസ് ആവരുത്. എന്താണ് ഞാൻ പറഞ്ഞത്? എത്രമാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഉറുമ്പിന്റെ തല ഇവിടെയാണുള്ളത്, ഇവിടെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ട് ആവർത്തനം തോതിനനുസരിച്ചല്ല വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഐ പീസിന്റെ ഫോക്കസ് ദൂരം ഒബ്ജക്റ്റീവിൻ്റെതിനേക്കാൾ കൂടുതലായി. ഐ പീസ് ലെൻസിന്റെ ആ ഒരു ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് കണ്ടോ, ചിത്രത്തിൽ കാണുന്നില്ലേ? ഈ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരത്തിനേക്കാളും കൂടുതലായിരിക്കും. നമുക്ക് പട്ടിക പൂരിപ്പിക്കാം. ലെൻസ്, ഒബ്ജക്റ്റീവ്, കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഐ പീസിലും കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഒബ്ജക്റ്റീവ്, ഐ പീസ് എന്നീ ലെൻസുകൾ താരതമ്യം ചെയ്താൽ ഏതിനാണ് ഫോക്കസ് ദൂരം കൂടുതൽ, ഏതിനാണ് കുറവ്? നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ് ലെൻസിനാണ് ഫോക്കസ് ദൂരം കുറവ്, അതേസമയം ഐ പീസിന് ഫോക്കസ് ദൂരം കൂടുതലാണ്. രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളോ? ഉണ്ടോ, ഇവിടെ ഒബ്ജക്റ്റീവ് രൂപപ്പെടുന്ന പ്രതിബിംബം തലകീഴായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തലകീഴായത് വലുതാണ്, പിന്നെ യഥാർത്ഥവുമാണ്. അതേസമയം ഐ പീസ് രൂപീകരിക്കുന്ന പ്രതിബിംബമോ അത് തലകീഴായിട്ട് മാറുന്നില്ല. കണ്ടോ, അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നിവർന്നത്, പിന്നെ വലുതാണ്, അത് മിഥ്യാപ്രതിബിംബവുമാണ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഒന്ന് വേഗം വായിച്ചു വിടാം. എന്താണ്? നിരീക്ഷിക്കേണ്ട വസ്തു ഒബ്ജക്റ്റീവിന്റെ ഏത് സ്ഥാനത്താണ് വയ്ക്കേണ്ടത്? എഫിനും 2Fനും ഇടയിലാണ്. കാരണം അപ്പോഴാണ് നമുക്ക് വലിയ പ്രതിബിംബം കിട്ടുന്നത്. ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനമോ അത് 2Fന് അപ്പുറമായിട്ടാണ് ആ ഒരു പ്രതിബിംബം കിട്ടുന്നത്. കണ്ടോ, ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്ന പ്രതിബിംബം ഈ 2FO കണ്ടോ, ബ്ലാക്ക് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ടോ? അതിന് അപ്പുറമായിട്ടാണല്ലോ കിട്ടുന്നത്. അതുകൊണ്ട് 2Fന് അപ്പുറം എന്ന് കൊടുക്കാം. ഈ പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തലകീഴായത്, വലുത്, യഥാർത്ഥം. ഐ പീസ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരിക്കും? അതും ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? അത് നിവർന്നതാണ്, അത് തലകീഴായിട്ട് മാറുന്നില്ല, എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അത് വലുതാണ്, പിന്നെ അത് മിഥ്യയുമാണ്. ഒബ്ജക്റ്റീവിന്റെ FOയ്ക്കും 2FOയ്ക്കും ഇടയിലാണ് വസ്തു വയ്ക്കേണ്ടത്. വസ്തുവിന്റെ വലുതും യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഒബ്ജക്റ്റീവിന്റെ 2Fന് അപ്പുറം രൂപീകരിക്കപ്പെടുന്നു. ഈ ഒരു പ്രതിബിംബമാണ് നമ്മുടെ ഐ പീസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് വർത്തിക്കുന്നത്. ഇതിന്റെ സ്ഥാനം ഐ പീസിന്റെ പ്രകാശിക കേന്ദ്രത്തിനും FEക്കും ഇടയിലാണ്. അല്ലെ? ഈ ഒരു പ്രതിബിംബത്തിന്റെ സ്ഥാനം, ഈ ഒരു പ്രതിബിംബമാണ് അതിനെ ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് വർത്തിക്കുന്നത്. ഇതിന്റെ സ്ഥാനം ഈ ഐ പീസിന്റെ Fനും Oയ്ക്കും ഇടയിലാണ്, Fനും ലെൻസിനും ഇടയിലാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രകാശിക കേന്ദ്രത്തിനും FEക്കും ഇടയിലാണ്. ഇതിന്റെ വലുതും മിഥ്യയുമായ പ്രതിബിംബമാണ് ഐ പീസിലൂടെ കാണാൻ കഴിയുന്നത്. ഇതിനൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്ജക്റ്റീവിന്റെ ലെൻസിന്റെ ഫോക്കസ് ദൂരം കൂട്ടുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഗുണകരമല്ല. എന്തായിരിക്കും കാരണം? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലാണെങ്കിൽ പ്രതിബിംബത്തിന്റെ വലിപ്പം എന്താകും? കുറയും, അല്ലെ? പക്ഷെ നമുക്ക് വലിപ്പം കുറയുകയല്ലല്ലോ വേണ്ടത്. നമുക്ക് മൈക്രോസ്കോപ്പ് ആകുമ്പോൾ പരമാവധി നമുക്ക് നല്ല വലിപ്പത്തിൽ കാണണം, അല്ലെ? അതായത് ആവർത്തനം കുറവായിരിക്കും. അതിനാലാണ് ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സൂക്ഷ്മ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ ആവർത്തനം ലഭിക്കുന്നതിനുതകുന്ന തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസുകൾ മൈക്രോസ്കോപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ടെലിസ്കോപ്പ്. അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനുള്ള ഉപകരണമാണ് ദൂരദർശിനി. പ്രപഞ്ച പഠനത്തിൽ ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തം വരുത്തിയ മാറ്റം ചെറുതല്ല. പ്രകാശത്തിന്റെ പ്രതിപതനം, അപവർത്തനം എന്നിവ പ്രയോജനപ്പെടുത്തുന്ന തരം ടെലിസ്കോപ്പുകളുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് പ്രകാശത്തിന്റെ അപവർത്തനം പ്രയോജനപ്പെടുത്തുന്ന ടെലിസ്കോപ്പിനെ കുറിച്ചിട്ടാണ്. ഓക്കെ,
ഇവിടെ ടെലിസ്കോപ്പിൽ നമ്മുടെ കണ്ണിനോട് അടുത്ത് വയ്ക്കുന്ന ആ ലെൻസ് എന്താണ്? അത് ഐ പീസ് ആണ്. മറ്റേത് ഒബ്ജക്റ്റീവ് ആണ്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ണിനടുത്തുള്ള ഈ ഒരു ലെൻസ് ഏതാണ്? നിരീക്ഷിക്കുന്ന ലെൻസ് ഐ പീസ് ആണ്. മറ്റേത് ഒബ്ജക്റ്റീവ് ആണ്. നേരത്തെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെയും ഈ ഒരു ചിത്രം ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുക. ഇവിടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഈ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കുറവാണ് ഉണ്ടായിരുന്നത് അല്ലേ? ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ലെൻസ് ഒബ്ജക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. ഇവിടെയോ? ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം കൂടുതലാണ്. ഓക്കെ, ഈ ഒരു ചിത്രം ജസ്റ്റ് മനസ്സിലാക്കുക ഇങ്ങനെ. ഇനി ദൂരെയുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശരശ്മികൾ നമ്മളിങ്ങനെ സമാന്തര വരകളായിട്ടാണ് വരക്കാറ്. ഓക്കെ, അപ്പൊ അങ്ങനെ ദൂരെയുള്ള വസ്തുവിൽ നിന്ന് വരുന്ന രണ്ട് പ്രകാശരശ്മികൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഈ പ്രകാശിക കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്നുണ്ട്. അത് ദിശാവ്യതിയാനം ഇല്ലാതെ തന്നെ നമ്മൾ നീട്ടി വരച്ചു. മറ്റൊരു പ്രകാശരശ്മി കണ്ടോ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയ തലകീഴായ ഒരു പ്രതിബിംബം ഇവിടെ രൂപീകരിക്കപ്പെട്ടു അല്ലെ? ഈ പ്രതിബിംബമാണ് നമ്മുടെ ഐ പീസ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് വർത്തിക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെയാണല്ലോ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസ് രൂപീകരിക്കുന്ന പ്രതിബിംബം ഐ പീസിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് വർത്തിക്കുന്നു. ഇനി ഇവിടെ ഒന്ന് രണ്ട് രശ്മികൾ കണ്ടോ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കണ്ണിലേക്ക് എത്തുന്നതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ രശ്മികളെ നമ്മൾ പിറകിലോട്ട് നീട്ടി വരച്ചാൽ ഇവിടെ ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യും അല്ലേ? അപ്പൊ ഇവിടെ നമ്മളൊരു പ്രതിബിംബ രൂപീകരണം വരക്കാം. ഈ പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയല്ലേ ഇതുള്ളത്. അതുകൊണ്ട് നിവർന്ന പ്രതിബിംബമാണ്. പിന്നെ ഇത് വലിയൊരു പ്രതിബിംബമാണല്ലോ, അതുകൊണ്ട് വലുതാണ്. പിന്നെ മിഥ്യാ പ്രതിബിംബവുമാണ്. കണ്ടോ ഇതിന്റെ അതേ വശത്താണ് പ്രതിബിംബം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു കാര്യം താഴെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ടെലിസ്കോപ്പിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവും ഐപീസും. പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ചുവടെ നൽകിയ പട്ടിക പൂർത്തിയാക്കുക. ഒബ്ജക്റ്റീവ് ലെൻസിന് ഇവിടെ ഫോക്കസ് ദൂരം എന്താണ്? കൂടുതലാണ് ഒബ്ജക്റ്റീവ് ലെൻസിന്. ഓക്കെ, മൈക്രോസ്കോപ്പിൽ നിന്ന് ഇവിടെ വ്യത്യാസമുണ്ട്. എന്താണ്? ഇവിടെ ഒബ്ജക്റ്റീവിനാണ് ഫോക്കസ് ദൂരം കൂടുതൽ, ഐപീസിന് കുറവാണ്. ഇനി അപ്പച്ചറിന്റെ കാര്യം എടുത്താലോ? അപ്പച്ചർ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കണ്ടോ ഈ ഒരു അപവർത്തന പ്രതലത്തിന് ഈ ഒബ്ജക്റ്റീവിന് എന്താണ്? ഈ അപവർത്തന പ്രതലത്തിന് പരപ്പളവ് കൂടുതലല്ലേ? കണ്ടോ ഇത്രയും സ്ഥലത്തെ കൂടി ഇവിടെ ലൈറ്റിന് കടന്നു പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിന് അപ്പച്ചർ കൂടുതലാണ്, ഐപീസിന് കുറവാണ്. ഇനി സവിശേഷതകളോ പ്രതിബിംബത്തിന്റെ? ഒബ്ജക്റ്റീവ് രൂപപ്പെടുത്തുന്നത് തലകീഴായ പ്രതിബിംബമാണ്. അത് ഇവിടെ ചെറുതാണ് പ്രതിബിംബം, കൂടാതെ യഥാർത്ഥമായ പ്രതിബിംബമാണ്. അതേസമയം ഐപീസ് രൂപീകരിക്കുന്നത് നിവർന്ന വലിയ മിഥ്യയായ ഒരു പ്രതിബിംബമാണ്. ഈ ഒരു ബോക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളതൊക്കെ. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം, വേഗം നോക്കാം. ടെലിസ്കോപ്പിൽ പ്രതിബിംബം രൂപീകരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വസ്തുവിന്റെ സ്ഥാനം എവിടെയാണ്? വളരെ അകലെയാണ് അല്ലെ? നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഒക്കെ വളരെ അകലെയാണ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരം കൂടുതലാണ് ടെലിസ്കോപ്പിൽ അല്ലെ? ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാര്യം. ഒബ്ജക്റ്റീവ് രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത ചെറുതും യഥാർത്ഥവുമാണ്. ഈ പ്രതിബിംബം ഏത് ലെൻസിന്റെ വസ്തുവായാണ് വർത്തിക്കുന്നത്? ഐപീസിന്റെ. ഓക്കെ, ഏത് ലെൻസിലൂടെയാണ് പ്രതിബിംബത്തെ നിരീക്ഷിക്കുന്നത്? അത് നമ്മുടെ കണ്ണിനടുത്ത് വയ്ക്കുന്ന ലെൻസ് ഏതാണ്? ഐപീസ് ആണ്. ഐപീസിലൂടെ നാം കാണുന്ന പ്രതിബിംബം മിഥ്യയാണ്. ടെലിസ്കോപ്പിൽ വളരെ അകലെയുള്ള വസ്തുവിന്റെ ചെറുതും തലകീഴായതുമായ പ്രതിബിംബം ആര് രൂപീകരിക്കുന്നു? ഒബ്ജക്റ്റീവ് ലെൻസ് രൂപീകരിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് രൂപീകരിച്ച ആ പ്രതിബിംബത്തെയാണ് നാം ഐപീസിലൂടെ നിരീക്ഷിക്കുന്നത്. ഈ പ്രതിബിംബത്തിന്റെ സ്ഥാനം ഐപീസിന്റെ ഫോക്കസിനും പ്രകാശിക കേന്ദ്രത്തിനും ഇടയിലായതിനാൽ ഐപീസ് രൂപീകരിക്കുന്ന മിഥ്യയായ പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, ഇതാ ഈ ഒരു പ്രതിബിംബം ഉണ്ടല്ലോ, ഈ ഒരു പ്രതിബിംബമാണല്ലോ ഇതിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവായിട്ട് വർത്തിക്കുന്നത്. ഇതിന്റെ സ്ഥാനം ഈ ലെൻസിനും ഇതിന്റെ ഫോക്കസിനും ഇടയിലായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ മിഥ്യയായ ഒരു പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നു. അതിനെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ടെലിസ്കോപ്പ് നിർമ്മിക്കുമ്പോൾ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും ഐപീസ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും പരിഗണിച്ചുകൊണ്ട് വേണം നമ്മൾ ആ കുഴല് എത്രമാത്രം നീളമുള്ളതാണെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ടെലിസ്കോപ്പിൽ എങ്ങനെയാണ് അകലെയുള്ള വസ്തുക്കളുടെ രൂപം വ്യക്തമായി ലഭിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ടെലിസ്കോപ്പ് നിർമ്മിച്ച് നോക്കാം. ആവശ്യമായ സാമഗ്രികൾ ഏകദേശം 1 മീറ്റർ നീളമുള്ള PVC പൈപ്പ് കണ്ടോ ഈ കുഴലായിട്ട് ഉപയോഗിക്കാൻ. കോൺവെക്സ് ലെൻസ് ഇവിടെ ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട ഒരു കോൺവെക്സ് ലെൻസിന് ഏകദേശം ഒരു 5 സെന്റിമീറ്ററോ 10 സെന്റിമീറ്ററോ വ്യാസവും 50 സെന്റിമീറ്ററോ 100 സെന്റിമീറ്ററോ ഫോക്കസ് ദൂരം ഉണ്ടാകണം. ഓക്കെ, ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഐപീസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വളരെ ചെറിയ ലെൻസ് മതി. വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐപീസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കണ്ടോ, ഇനി ഒരു പ്ലാസ്റ്റിക് കുപ്പിയും കൂടെ കൊടുക്കണം കണ്ടോ ഇതിനിടയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്.
ലെൻസുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഒബ്ജക്റ്റീവ് ലെൻസിന്റെ ഫോക്കസ് ദൂരവും അപ്പച്ചറും എന്താണ് കൂടുതലായിരിക്കണം. കണ്ടോ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒബ്ജക്റ്റീവിന്റെ ഫോക്കസ് ദൂരവും അപ്പച്ചറും കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്കറിയാം ഐ പി എസിന്റെ ഫോക്കസ് ദൂരവും അപ്പച്ചറും കുറഞ്ഞതായിരിക്കണം. പിന്നെയോ നല്ല ഗുണനിലവാരമുള്ള ലെൻസുകൾ വേണം ഉപയോഗിക്കാൻ. നിർമ്മിക്കുന്ന വിധം ഏകദേശം 10 സെന്റിമീറ്റർ വ്യാസമുള്ള അല്ലെ ഒരു പി വി സി പൈപ്പ് അതിന് ഏകദേശം എത്രയാണ്? ഒരു 10 സെന്റിമീറ്റർ വ്യാസം. ഓക്കെ, ഏകദേശം 10 സെന്റിമീറ്റർ വ്യാസമുള്ള പി വി സി പൈപ്പിന്റെ ഒരഗ്രത്ത് 10 സെന്റിമീറ്റർ വ്യാസവും 100 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസ് ഉറപ്പിക്കുക. 2 ലിറ്ററിന്റെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗം മുറിച്ച ശേഷം അത് പൈപ്പിന്റെ രണ്ടാമത്തെ അകത്ത് കയറ്റി വയ്ക്കുക. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആ പ്ലാസ്റ്റിക് കുപ്പിയുടെ ഭാഗം കയറ്റി വയ്ക്കുക. എന്നിട്ടോ പ്ലാസ്റ്റിക് കുപ്പിയുടെ വായ്ഭാഗത്ത് വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഐ പീസ് ഉറപ്പിക്കുക. ഇവിടെ ഐ പീസ് ഉറപ്പിക്കണം. ഇതിലെ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഐ പീസും ഒബ്ജക്റ്റീവും തമ്മിലുള്ള അകലം ക്രമീകരിച്ച് വളരെ അകലെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാം. പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. എന്താണത്? ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത്. മറ്റ് ആകാശഗോളങ്ങളെ നിരീക്ഷിക്കുമ്പോൾ ടെലിസ്കോപ്പിനെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുന്നതായിരിക്കും അഭികാമ്യം. കൃത്യമായിട്ട് അല്ലെ, ഷെയ്ക്കാവാതെ നമ്മൾ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിക്കുക. എന്തുകൊണ്ടാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത്? സൂര്യൻ നമ്മളോട് വളരെ അടുത്തുള്ള ഒരു നക്ഷത്രമാണ്. അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ വളരെ തീവ്രതയുള്ളവയാണ് അല്ലേ. അതുകൊണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് അത് ബാധിക്കാൻ ഇടയുണ്ട്. കാഴ്ചശക്തിയെ അത് ദോഷകരമായി ബാധിക്കുന്നു സൂര്യനെ നേരിട്ട് നോക്കുന്നത്. ഇനി വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.